ചെറിയ ചെറിയ വേഷങ്ങൾ, സുഹൃത്തെ, കോളേജ് കുമാരി, കൂട്ടുകാരി അല്ലേ? വിട്ടു. അപ്പോഴേക്കും ചാനലുകൾ വന്നു. എനിക്ക് തോന്നുന്നു തെസ്നി സിനിമയിലേക്ക് മാറി. സിനിമ ഇടക്ക് ഞാൻ ഫുൾ സീരിയലിലേക്ക്. പിന്നെ ഞാൻ സിനിമയിലേക്ക് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് പിന്നെ വന്ന് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുൾ എനിക്ക് 2010 ശേഷമാണ് ഞാൻ നല്ല ലൈവ് ആയത്. അല്ല, ഈ സീരിയൽ എന്ന് പറഞ്ഞപ്പോഴേ ഒരു നമ്മളിപ്പോഴും പേര് പറയാൻ പറ്റാത്ത സ്ക്രീനിലൊക്കെ എപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു നടൻ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതേ, നമുക്കൊരു അടുത്തുള്ളൊരു UP സ്കൂളിൽ ജോലി കിട്ടിയ ഒരു ഫീലാന്ന്. കാര്യം എന്ന് വെച്ചാൽ 10 മണിയാകുമ്പോൾ കുടയും പിടിച്ച് പതുക്കെ ലൊക്കേഷനിലോട്ട് ചെല്ലുന്നു. വൈകിട്ട് 5:30 സ്കൂൾ വിട്ടു വീട്ടിൽ പോയി പിള്ളേരുമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നു. ഒരിക്കലും അല്ലട്ടോ സാർ. പിന്നെ എങ്ങനെ രാവിലെ ടൈമൊക്കെ എങ്ങനെ അറിയോ? 6:30 ആണ് ഇപ്പൊ എല്ലാരും വിളിക്കുന്നത്. 9:30 നമുക്ക് 10 o'clockനൊക്കെയാണ് നമ്മള് വർക്ക് കഴിയുന്നത്. രാത്രി 9:30 വരെ പോകും. 9:30 ഞാൻ പോവും. പക്ഷേ ചിലപ്പോ 10 മണി വരെ പോകും, 11, 12. പക്ഷെ 6:30 ആണ് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിക്കുന്നത്. ആണോ? അപ്പൊ രാവിലെ പോകണം. അത് എനിക്കൊന്ന് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കാലമായി. പുള്ളി വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു. കാര്യം UP സ്കൂളിൽ ജോലി കിട്ടണമെന്നാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അത്ര പ്രധാന ക്യാരക്ടർ അല്ലായിരിക്കും, അത്ര പ്രധാനമല്ലെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കാൻ വന്ന കാശ് കിട്ടുന്ന ആളാ. ചെന്ന് കയറാത്ത സ്ഥലമില്ല. ബിഗ് ബോസിൽ പോയോ? അവിടെ അലക്കി പൊളിച്ചോ? കലക്കി പൊളിച്ചൊന്നുമില്ല. അല്ലെ ഞാനായിട്ട് തന്നെ നിന്നു. സൈലന്റ് ആയി. പിന്നെ ഞാൻ നോക്കുമ്പം എന്നെ ബിഗ് ബോസിൽ വരുന്നതിന്റെ മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ചവരൊന്നും അവിടെ വന്നപ്പോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവര് വേറെ കളി, വേറെ അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് സ്ക്രീൻ സ്പേസ് തരുന്നില്ല. മീൻസ് എന്നോട് മിണ്ടിയാലല്ലേ എന്നെ സ്ക്രീനിൽ കാണുള്ളൂ. എന്നോട് കാണിക്കുന്നില്ല. ഇല്ല, ഞാൻ വളരെ കുറവായിരുന്നപ്പോ എനിക്ക് എന്തെങ്കിലും മിണ്ടാനോ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നിനുമില്ല. ഞാൻ അപ്പൊ പേടിച്ച് അരണ്ടിരിക്കുന്ന പോലെയാ തോന്നിയത് തെസ്നിങ്ങനെ. പക്ഷെ ഒരു മാസം നിന്നു. ഒരു മാസം നിന്നു. പക്ഷെ അത് തെസ്നിക്ക് വലിയ ഗുണം ചെയ്തു സർ, സാമ്പത്തികമായിട്ട്. പിന്നെ അല്ലേ തെസ്നി? മാത്രമല്ല ബിഗ് ബോസിൽ പോയ ആൾക്കാരെല്ലാം പറയുന്നത് അത്യാവശ്യം കടം തീർന്നു. ഉറപ്പായിട്ടും നമ്മൾ അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഗുണമായി. അതായത് വലിയ ഇതിലൊന്നും വരില്ല. നമുക്ക് നമ്മുടെ കെട്ടിയ വീടിന് ഒരു നിലയും കൂടെ കെട്ടിയോ? അങ്ങനല്ല. അപ്പോഴേക്കും കോവിഡ് വന്നില്ലേ, ജീവിക്കണ്ടേ? ജീവിക്കാനാ ഞങ്ങള് ലാസ്റ്റ് മുമ്പാണോ ഞങ്ങള് സെക്കൻഡ് സീസൺ നിർത്തി കോവിഡ് കാരണം. അതിന്റെ ഫിനാലെ പോലും നടന്നില്ലല്ലോ. ഇതിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര നല്ലതായിരുന്നു. പണ്ടേ ഞങ്ങൾക്ക് തെസ്നീനെ അത്രയൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല, ഭാവമായിട്ട് ഞാൻ ബേസിക് അങ്ങനെ തന്നെയാ സാറേ. പക്ഷെ അവിടെ പോയിട്ട് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. അവിടെ രണ്ടു കാലം പോയി ഒറ്റ കാലം കളിക്കണം. മീനെ പോയിട്ടുണ്ടോ? എന്താ ഭയന്നാണോ? അല്ലല്ല, എനിക്ക് ഒന്നാമത്തെ ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ട് സർ. ഏഷ്യാനെറ്റിന്ന് 3 വട്ടം പറയാം. അതറിയോ, ഞാൻ എപ്പോഴും അവിടെ ഞാൻ എപ്പോഴും ഈ നടക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വൺ ഓഫ് ദ മെയിൻ റോള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ്ടാവും എപ്പോഴും. എനിക്ക് ഒരിക്കലും അതിന്റെ അന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു അവസരം അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആശുപത്രി കിടത്തിയാൽ എത്ര ദിവസം കിടത്തും? കഴിഞ്ഞ ഈ സീസണിലും എന്റെ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ അവിടെ നിന്നുള്ള പ്രൊഡ്യൂസിംഗ് സെക്ഷനും എന്നെ വിടാനില്ല. എനിക്കൊന്ന് ഒരു സമ്പാദ്യം പോയി. ആന്റണി അവിടെ പോയിരുന്നെങ്കിൽ സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റുമോ? ബീനയ്ക്ക് പറ്റും. ഓൺലി തിങ് ഈസ് ബീന അഭിനയിച്ച ചില റോളുകൾ പുറത്തിറക്കേണ്ടി വരും. ചില സീരിയലൊക്കെ ചില കാമാക്ഷി കമലാക്ഷി ചില റോളൊക്കെ ഉണ്ടല്ലോ, അത് പുറത്തിറക്കണം. ഇത് മര്യാദരാമന്റെ സഹോദരിയായിട്ട് അവിടെ നിന്നാണ് താങ്കൾക്ക് പറ്റിയ ഒരു അബദ്ധം. ഇതിനിടയ്ക്ക് ബീന പറയുന്നിട്ട് നമ്മുടെ ഈ തെസ്നി ഈ ഫോൺ കോള്, പ്രത്യേകിച്ച് അമ്മയുടെ ഫോൺ കോളൊക്കെ വന്ന വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഞങ്ങൾ രണ്ടും കൂടി മറ്റേ ടെസ്ബീൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ എന്റെ മോനാണ്. അതെ, യൂട്യൂബ്. അപ്പൊ എന്റെ മോനാണ് മറ്റേ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്ന അവനാ ക്യാമറമാൻ. അല്ല, അത് വരുമോ ഞങ്ങളുടെ ഇത് ഷൂട്ട് ഞങ്ങൾക്ക് ബദലായിട്ട് വേറെ ചാനൽ ഉണ്ടല്ലോ. പുള്ളിക്ക് മനോസ് വിഷൻ ഉണ്ടല്ലോ. അപ്പൊ അല്ല, ഞങ്ങൾ തുടങ്ങിയ ശേഷം പുള്ളിക്ക് നല്ല ഇതായി. ഞങ്ങൾ അത്രയൊന്നും പോയില്ല. അത് പോട്ടെ, അതല്ല നിങ്ങൾ ഇതോടെ നിങ്ങളുടെ ഊഴമായി
അത് പറഞ്ഞാൽ അതിന്റെ ഒരു പകുതി വരുവാൻ നമുക്ക് തന്നേക്കണം. അതല്ല സാർ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കും. നല്ല എന്തെങ്കിലും സാധനം ഞങ്ങൾ രണ്ടും കൂടെ ഹായ് എങ്ങനെ അതിന്റെ തുടക്കം ഒന്ന് ഞങ്ങളിങ്ങനെ ഹലോ രണ്ടും കൂടെ ഹലോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വ്ലോഗ്സിലേക്ക് സ്വാഗതം. നന്നായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ടെസ്റ്റിക്ക് ഒരു ഫോണ്. ഒരു സെക്കൻഡ് യോടി മമ്മിയടി. ഹലോ അമ്മി, മമ്മി എന്താ അമ്മി പഠിച്ചോനെ എന്താ അല്ലാ എന്താ ആര് വിളിച്ചോ അല്ലോ എന്താ ഒന്നുമില്ലടി അവര് മറ്റേ ഫോൺ അതാണോ പഠിച്ചോനെ നിങ്ങൾ പറയണ്ടെന്ന് വെക്കും. ഏത് കോൾ വന്നാലും വീട്ടിലേക്ക് 4 കോഴി കയറി വന്നാലും നമ്മളിപ്പോ ഒരു സാധാരണ കോൾ എടുക്കുന്നത്. ഇപ്പൊ ഹലോ എന്താ അമ്മേ ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പഠിച്ചോനെ ഉമ്മ വിളിക്കണ്ടേ ഹലോ എല്ലാത്തിനും ആങ്സൈറ്റിയാണ്. അതല്ല മമ്മി ഒന്നാമത് ഒത്തിരി ബോഡി അതില്ലെങ്കിലും നീ തന്നെയാണ്. നീ ഒന്നുമല്ല ടെസ്റ്റിക്കല്ലേ ഭയങ്കര പേടിയാണ് സാർ. എല്ലാം ടെൻഷൻ വെച്ചാല് എല്ലാം പേടിയാണ്. അതൊക്കെ ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ പേടിത്തൂറി എന്ന് പറഞ്ഞാല് കഴിഞ്ഞേ ഉള്ളൂ. അത്ര ഉള്ളൂ.